ഹായ്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുകയാണ്. കുറച്ചല്ലോ അത് കൂടി ഒരു 45 അത് കൂടുന്നുണ്ട്. ഒരു വീഡിയോ കുറച്ച് പേര് കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട്. ഞാൻ സ്കൂളിലും പേഴ്സണൽ സ്റ്റോറീസൊക്കെയാണ് പറയുന്നത്. അത് വളരെ കണക്ട് ആവുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. അവളിങ്ങനെ രാവിലെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു, ചേട്ടാ സോഫ്റ്റ് കോണ്ടൻറ്റുകൾ അധികം യൂട്യൂബിൽ ഓടാൻ സാധ്യത കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന കഥകൾ പറയുക, അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്കുകൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്തൊന്നും അങ്ങനത്തെ ടോപ്പിക്കുകളൊന്നും ഒത്തിരി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചുകൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്കൊന്ന് സംസാരിക്കാൻ തരും. മെയിനായിട്ട് നമ്മുടെയൊക്കെ കുറച്ചൊരു ഏജ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു കൺസേൺ പറയാം. നമ്മുടെ ജീവിതത്തിൽ കുറേ അങ്ങ് എത്തുമ്പോൾ ഒരു മിഡ് ഒരു 10, 35, 36, 38, 40 എത്തുമ്പോഴത്തേനും ജീവിതത്തിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഉദ്ദേശിച്ച ഒരു ആഗ്രഹങ്ങളൊന്നും നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ അന്നേ ഇഷ്ടപ്പെട്ട ആ ജോലിക്ക് പോകേണ്ട, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായ കൺഫ്യൂസിങ് സ്റ്റേജിൽ മനുഷ്യൻ നിൽക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യന് വേണ്ടത് അതാണല്ലോ. നമ്മൾ സാധാരണ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും കോമൺ ലക്ഷ്യം. സർവൈവൽ, സാധാരണ ജീവികളുടെയൊക്കെ ഒരു ലക്ഷ്യം സർവൈവൽ മാത്രമാണ്. റീപ്രൊഡക്ഷൻ, സർവൈവൽ, ഇത് മാത്രമാണ്. അവർക്ക് പെർഫ്യൂം വാങ്ങിക്കേണ്ട, അവർക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണ്ട, അവർക്ക് സിനിമ കാണണ്ട, അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നും അവർക്കില്ല. പക്ഷേ മനുഷ്യന് ഈ തലച്ചോറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡിസയർ ഉണ്ടാവും, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു തെറ്റുമില്ല, അതൊക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനും തെറ്റില്ല. പക്ഷേ അതിന് എന്തുമാത്രം ഇൻറ്റൻസോടെ നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അതിനാൽ നിങ്ങളുടെ ആദ്യം ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യങ്ങളില്ലാത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ രാവിലെ എണീക്കുമ്പം പൊടിഞ്ഞു പോകുന്ന ഒരു പാഴ് സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങളോട് ചോദിക്കുക, എന്താണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം? ചുമ്മാ ഇങ്ങനെ ഒരു ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു പോകാനാണെങ്കിൽ ഒരു തെറ്റുമില്ല, നല്ല കാര്യം. അതിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, മുന്നോട്ട് പോവുക. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ച ആൾക്കാർ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക. ഇന്ന് ഈ ദിവസം ഞാൻ എൻ്റെ ലക്ഷ്യം നേടാൻ എന്ത് ചെയ്തു? എന്നും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട്. കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളൊരു വളരെ ലാഘവത്തോടെ നാളെ ചെയ്യുക, അങ്ങനെയല്ല. വളരെ ചുരുങ്ങിയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്താണ്? സമയത്തെയാണ്. സമയം തിരിച്ച് കിട്ടാറേ ഇല്ല. ബാക്കി നമുക്കൊരു പക്ഷേ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ കടന്നു പോകുമ്പോൾ തിരിച്ച് കിട്ടാതെ ഇരിക്കാം. പക്ഷേ സമയം കിട്ടത്തേ ഇല്ല എന്ന് ഉറപ്പിക്കാം. കഴിഞ്ഞു പോയി. സമയം, പ്രായം, ഏജ് ആകും തോറും നമുക്ക് നമ്മുടെ ശരീരവും മാനസികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അറിയാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഇന്ന് എന്ത് ചെയ്തു എന്നുള്ള അത്യാവശ്യ ഘടകമാണ്. ഉദാഹരണത്തിന് ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ ഒരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടോ? കളിക്കാൻ ആഗ്രഹമുള്ള, അതായത് ക്രിക്കറ്റ് കളിക്കാരനാകാൻ ആഗ്രഹമുള്ള ആളുടെ കാര്യമാണ് പറയുന്നത്. ഇന്നൊരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു കോച്ചിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് താഴെ ട്രെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്താണ്, ഇതിൻ്റെ അക്കാഡമി ഉണ്ടോ? ഇതിൻ്റെ എവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റും? എങ്ങനെയാണ് ഇതിൻ്റെ സാധ്യതകൾ? അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ആരെ കാണണം, എങ്ങനെ പോകണം എന്നുള്ളൊരു ഒരു രൂപരേഖ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുകയോ അങ്ങനെ എന്തായാലും ഇന്ന് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. രാവിലെ മുതൽ ക്രിക്കറ്റ് കളി, സച്ചിൻ്റെയും വിരാട് കോഹ്ലിയുടെയും ക്രിക്കറ്റ് കളി കുത്തിയിരുന്ന് കണ്ടു എന്ന് മാത്രം പറയരുത്. അത് എൻ്റർടൈൻമെൻറ്റാണ്. ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഓക്കെ. അത് ഒരു എന്താ പറയുക, സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് ഇഷ്ടമാണ്. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു മോട്ടിവേഷൻ വേണ്ടി നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അല്ലാതെ ഒരു അത്ലറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന, ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു എങ്കിൽ മാത്രമേ, ലക്ഷ്യമേ വളരെ ദൂരെയാണ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും എടുത്തു നോക്കുന്ന ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ കുഴപ്പമില്ല. അതെന്ത് ഇന്ന് ചെയ്തു എന്നുള്ള കാര്യം വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാരനെ ആഗ്രഹിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. നിങ്ങൾ ഒരു അത്ലറ്റാണ്. ക്രിക്കറ്റ് കളിക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു കായികക്ഷമത വേണ്ട ഒരു വിനോദമല്ല, ഒരു സ്പോർട്സാണ്. അതിനുവേണ്ടി ശരീരത്തെ തയ്യാറാക്കുക എന്നുള്ള വലിയൊരു ഘടകമുള്ളൂ. അതിനെങ്കിലും നമ്മൾ ഇനീഷ്യലി തയ്യാറായിട്ട് വേണമല്ലോ ഈ ആഗ്രഹങ്ങളിലേക്കൊക്കെ കടക്കാൻ. പ്രാക്ടീസിന് പോവുക. ഒരുപക്ഷെ രാവിലെ എണീക്കാത്ത ഒരാളാണ് രാവിലെ എണീറ്റ് പ്രാക്ടീസിന് പോകേണ്ടി വരും. അദ്ദേഹത്തിന് കൃത്യമായ സമയത്ത് കിടന്നുറങ്ങേണ്ടി വരും. ആഹാരം നോക്കിയും കണ്ടും നമുക്ക് വളരെ ഹെൽത്തി ഉള്ള ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. നമ്മുടെ പല ദുശീലങ്ങൾ മടി മാറേണ്ടി വരും. നിങ്ങൾക്ക് ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായിട്ടും ശരീരത്തെ ദോഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പല മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തയ്യാറാകണം. എന്നത് നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റി വെക്കുന്നവർക്ക് പറ്റുന്നതല്ല ഇതൊന്നും. ഇപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് ഇത്തരം ഒരു മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകാൻ തയ്യാറാകണം. നമ്മൾ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വിജയിച്ച കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് കൂടുതലും കാണുന്നത്. അവരതിന് വളരെയധികം ആ ഒരു എഫേർട്ട് ആ കാര്യത്തിൽ ഇട്ടുകൊണ്ടാണ് അവർ വിജയിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരിക്കലും നമുക്ക് സംശയമില്ലല്ലോ. ഉദാഹരണം ക്രിക്കറ്റ് പോട്ടെ, നമുക്ക് സിനിമയിലേക്ക് വരാം.
മോഹൻലാൽ, മമ്മൂട്ടി കേരളത്തിൽ നമ്മളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന 2 വലിയ നടന്മാരാണ്. ഇവർ ഈ ലെവലിൽ എത്തിയത് ഒരു സുപ്രഭാതത്തിൽ ഒരു പൊട്ടിമുളച്ചൊരു നമ്മളൊരു വൈറലായി ഒന്നും സിനിമയിലേക്ക് വന്ന ആൾക്കാരെല്ലാവരും. ഇവർ സിനിമയിലേക്ക് എത്തി അവർ വളരെയധികം ആ കാലഘട്ടം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഏജ് വരെ അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ സ്ഥിരമായി പരിശ്രമിക്കുന്നുണ്ട്. അതിന് തുടക്കത്തിൽ ഒരിക്കലും മമ്മൂട്ടി ഒരു വക്കീലാകാൻ പോയെങ്കിലും അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് തന്നെ വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം വരികയും ചെയ്തു. മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ പോലെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാകാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ പോയി ഒരു ടെസ്റ്റൊക്കെ എഴുതുന്ന കയറിയൊക്കെ എന്ന് കരുതിയില്ല. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള സിനിമ ഫീൽഡ് ആയതുകൊണ്ട് അതിലേക്ക് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ആ ഒരു സൗഹൃദത്തിൽ കൂടെ കടന്നു പോവുകയും അങ്ങനത്തെ ആളുകളെ കണ്ടെത്തുകയും ആ ഗ്രൂപ്പിൽ കൂടെ നടന്നുകൊണ്ടാണ് ഇദ്ദേഹം എത്തിയത്. അങ്ങനെ പല മേഖലകളിലും ഇപ്പോൾ ഒരു പി.ടി. ഉഷ സ്പോർട്സ് ആയത് പി.ടി. ഉഷയുടെ ആഗ്രഹം കൊണ്ടല്ലേ, അതുപോലെ എഫേർട്ട് ഇട്ടുകൊണ്ടല്ലേ. ആരായാലും സയൻറ്റിസ്റ്റ് ആയാലും ഇപ്പം നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ കാര്യം വളരെയധികം ഒരു വീഡിയോസിലൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു എഫേർട്ട് ഇട്ട് ഒരു ഫോക്കസ്ഡായി പോയ ആളുകൾ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എത്തി വിജയിക്കുകയുള്ളൂ. അവരവിടെ തന്നെ തുടർച്ചയായി നിൽക്കുന്നുണ്ട്. അവരൊരിക്കലും അത് മടുത്തിട്ടിച്ച് പോകുന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് റിയൽ പർപ്പസ് ഓഫ് ദിയർ ലൈഫ്, അല്ലെങ്കിൽ ദിയർ ഗോൾ എന്ന് പറയാം, ഗോൾസ് ഓഫ് ദിയർ ലൈഫ് എന്ന് പറയാം. അപ്പോൾ അത് കണ്ടെത്തി അതിൽ ഉറച്ച് ഇന്നെന്തെങ്കിലും ചെയ്യുക, അതിൽ എന്ത് മാറ്റം വരുത്താറുണ്ട് അത് നിങ്ങൾ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പോലെ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയും. നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളാണെങ്കിലും നേടാൻ കഴിയും. ജീവിതം ഇങ്ങനെയാണ്. ഓരോ ഘട്ടം കഴിയുന്തോറും നമുക്ക് ചില മനുഷ്യരുടെ ഓരോ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങളൊക്കെ മാറി പോകും. ഒരു ചാഞ്ചാടി നിൽക്കുന്ന മനസ്സും ആഗ്രഹങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു പക്ഷേ ഇൻഫാക്ച്വേഷൻസ് ആകാം. ഒരു സിനിമ കാണുമ്പോൾ സിനിമാക്കാരനാകാൻ ആഗ്രഹിക്കുക, ക്രിക്കറ്റ് കളി കാണുമ്പോൾ ക്രിക്കറ്റ് കളിക്കാരൻ ആഗ്രഹിക്കുക, ഒരു IAS കാരനെ കാണുമ്പോൾ IAS. അങ്ങനല്ല, നമുക്കതിനകത്തൊക്കെ കുറച്ച് വീണ്ടും നമ്മൾ സ്വയം ചോദ്യം ചെയ്ത് നമുക്ക് ഇത് വേണ്ടതാണോ, എനിക്കിതിനകത്ത് ഇതിനൊക്കെ ഒരു കൃത്യമായ സമയത്തുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ടെമ്പററി ഇൻഫാക്ച്വേഷൻസ് വീണ്ടും സമയം കളയാതെ ജീവിതത്തിൽ ഒരു ഫോക്കസോടെ അതിലേക്ക് മുന്നേറുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.